സാറിനെ കാണാൻ വേണ്ടി വന്നതാ. പറ്റില്ലെന്നേ, അങ്ങനെ കേറി പോകാൻ പറ്റത്തില്ല. നിനക്കെന്താ വേണ്ടേ? സാറുണ്ടോ? കാര്യം എന്താന്ന് പറ. സാറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു വന്നതാ. നിന്റെ പേരെന്താ? ശങ്കർ. നമസ്കാരം സാർ. എന്ത്, ഇവൻ ശങ്കറോ? അയാളുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. ശങ്കറാ? അത് ശരി, അങ്ങനെ പറ. വിളയല്ലേ, പോയിക്കോ. ചെല്ല്, കിച്ചണിൽ ആളില്ലെന്ന് പറയുന്ന കേട്ടു. നിങ്ങൾക്ക് എന്താ വേണ്ട? നിങ്ങൾ പോവാനാ പറഞ്ഞത്. ചുമ്മാ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. പോവാനാ പറഞ്ഞത്. പോവാനല്ല പറഞ്ഞത്. ചുമ്മാ കാലത്തേക്ക് പോരും. അല്ല, ഇത് ആര്? ശങ്കരനല്ലേ? പേരിങ്ങനെ പിരിച്ചു പറയണ്ട, കേക്കാൻ അത്ര സുഖമില്ല. എന്നെ പടം ശങ്കരൻ ഒന്നും വിളിച്ചില്ലല്ലോ. എടാ, ഈ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഇത്ര ഫേമസ് ആവാൻ കാരണം അക്ഷരം ഉള്ളത് കൊണ്ടല്ലേ? കാണാൻ കൊള്ളുന്നവന് ബുദ്ധി ഉണ്ടാവും മനസ്സിലാക്കിയല്ലേ? ഈ പോങ്ങനം പറഞ്ഞത് മനസ്സിലായോ എന്തോ? പ്ലേറ്റ് മാറ്റിയല്ലോ. അല്ല, നീ ഇപ്പൊ എന്താ അങ്ങോട്ട് കെട്ടിയെടുത്ത്? താൻ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ജാതകോ? എന്തിനു? ഞാനെന്താ കല്യാണം കഴിക്കാൻ പോവാണോ? ഞാൻ സിനിമയ്ക്ക് ഒരു കഥ പറയാന്ന് പറഞ്ഞു വന്നതാ. കഥ കേൾക്ക. എടാ മണ്ട, നിന്റെ ജാതകം ചേർന്നാലേ അവിടെ ഇരിക്കുന്നവൻ കഥ കേൾക്കുള്ളൂ. 10 വർഷം മുമ്പേ ഞാനും കഥ പറയാൻ വേണ്ടി വന്നവനാ. എന്റെ ജാതകം ശരിയില്ലാത്തതുകൊണ്ടാണ് അയാളുടെ അസിസ്റ്റന്റായി ഞാൻ മാറിയത്. എന്താ ചേട്ടാ പറയുന്നത്? ഒരുപാട് ഡയറക്ടറിന്റെ അടുത്ത് വർക്ക് ചെയ്തപ്പോ കഥ പറയാന്ന് പറഞ്ഞു വന്നതാ. കഥ കേൾക്കാത്തപ്പോ ജാതകം ചോദിക്കുന്നത്. ചേട്ടാ, ജാതകത്തിൽ വിശ്വസിക്കുന്ന ആരും ഫീൽഡിൽ ഇല്ലാട്ടോ. കഥ വിശ്വസിക്കുന്നവൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. മനസ്സിലായോ ചേട്ടന്? എന്റെ കഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. പിന്നെ പോലത്തെ ഡയലോഗ് ഞാനും വിട്ടവനാ. മണി 10 പവർ ഇപ്പൊ വരും. എന്റെ പവർ ഇല്ലേ? ഇടോ, പവർ അല്ല, പവർ സ്റ്റാർ. അല്ല, അവർക്ക് പവർ സ്റ്റാർ ആരാ പേര് വെച്ച? ആരും വെച്ചതല്ല, അവനായിട്ട് സ്വയം വെച്ചതല്ലേ. എന്ത് അവരെന്നെ വെച്ചൂന്നോ? എടാ മിണ്ടാതെ അവിടെ കൊണ്ട് ഇരുന്നേ. പൈസ ഉള്ളവർക്കൊക്കെ എന്താവാലോ. പറഞ്ഞ അയാൾ കേട്ടോണാവോ. സാറേ നമസ്കാരം. നമസ്കാരം. എടോ വേണു, ഈ പവറിനെ കുറിച്ച് പറഞ്ഞല്ലോ. പവറിന് പ്രത്യേകം പറഞ്ഞല്ലോ. അതെന്നെ, പവർ സ്റ്റാർ എന്നല്ലേ പറഞ്ഞത്? പവർ സ്റ്റാർ എന്നല്ലേ പറഞ്ഞത്. കമോൺ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമസ്കാരം സാർ. കൊള്ളാമല്ലോടോ, കറക്റ്റ് ടൈമിന് തന്നെ വന്നല്ലോടോ. ഇരിക്കേ. അല്ലടോ, തനിക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമില്ല സാർ. തനിക്ക് അറിയോ, ഞാനിപ്പോ ഭയങ്കര തിരക്കില. ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത്. അത് പിന്നെ താൻ ഇന്ന് വന്ന് എന്നോട് കഥ പറയാന്ന് പറഞ്ഞതല്ലേ? തന്റെ സ്വന്തം കഥയാണോ അതോ മോഷ്ടിച്ച കഥയാണോ? അയ്യോ, ഇതെന്റെ സ്വന്തം കഥയാ സാറേ. സത്യം തന്നെയോ? എന്നാ പിന്നെ പറ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യ. കറന്റിന്റെ കാര്യത്തെ കുറിച്ചാ സാറേ. ഫേസ്ബുക്കിനെ ഫേസ് ചെയ്ത് ഒരു പവർഫുൾ കഥയാണ് സാറേ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പവറിന് തന്നെ പവർഫുൾ കഥ വേണോടോ? ശരി, കേക്കട്ടെ സാറേ. ഇന്നത്തെ യുവതാരങ്ങൾ മുഴുവനും ഫേസ്ബുക്കിലാണ് അക്കൗണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ അക്കൗണ്ട് വെച്ചിരിക്കുന്ന ചില പെണ്ണുങ്ങളെ കുറിച്ചാണ് സാറേ. 2 പെണ്ണുങ്ങൾ ചെറുപ്പക്കാരെ വശീകരിച്ച് പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ച് ഉള്ളതെല്ലാം പിടിച്ചു പറിക്കും. അതിനുവേണ്ടി ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് അവര്. ആ വീട്ടിലൊരു പ്രേതമുണ്ട്. എന്ത് പ്രേതോ? ആ വീടിന്റെ ഗേറ്റ് തുറന്നാ എടോ, ഞാൻ പറഞ്ഞില്ലേ, ആ വീട് ഇതാണ്. സ്വന്തം മരുമകളെന്ന് നോക്കാതെ അയാള് മരുമകളെ റേപ്പ് ചെയ്ത് കൊന്നു. അപ്പൊ ഈ വീട്ടില് പ്രേതമുണ്ടെന്നൊക്കെ പറയണ. എന്റെ ഏട്ടാ, അതൊക്കെ ചുമ്മാതെയാ. ഇപ്പൊ അവിടെ 2 പെണ്ണുങ്ങളാ താമസിക്കുന്നത്. വാടകയ്ക്ക് വന്നിട്ട് കുറെ ദിവസമായെന്ന്. അതെ അതെ, ഞാൻ കാത്തിരിക്കാം. നീ എവിടെ പോ? മോനെ വേണ്ട, എന്നെ ഒന്നും ചെയ്യില്ല എന്റെ അണ്ണാ. എന്നെ വിട്ടേക്ക്. എന്ത് വിടാനോ? നീ എന്ത് പണിയാടാ കാണിച്ചത്? അത് പിന്നെ തെറ്റി പറ്റിപ്പോയി. എന്നെ വെറുതെ വിട്ടേക്ക്. വെറുതെ വിടാനോ? അങ്ങനെ വിടാൻ പറ്റുമോ? നീ എന്താ വിചാരിച്ച് എന്നെ പറ്റിക്കാന്നോ? 5 ലക്ഷം രൂപയാണ്. നിനക്കതൊരു നിസ്സാര കാശാണല്ലടാ. അതെങ്ങനെ കയ്യിൽ നിന്ന് പോയി? അത് പറയടാ. അല്ല അണ്ണാ, കൊടുക്കേണ്ടവർക്കൊക്കെ ശരിക്കും കൊടുത്തതാ. അവസാനം സവിത ചേച്ചിക്ക് കൊടുക്കേണ്ടത് മാത്രം എന്റെ ഇത് നഷ്ടപ്പെട്ടു പോയതാ. ഈ പണം എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, വല്ല വിവരം നിനക്കറിയോ? വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണത്. ആരും അറിയാതെ കൊണ്ടുവന്ന പണമാണ്. ഇത് കൊണ്ടുവരുന്നത് സർക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ അവന്മാർക്ക് വാരി കൊടുക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാ ഹവാല മുഖേന ഇങ്ങനെ ചെയ്ത്. അപ്പൊ നീ ശ്രദ്ധിക്കേണ്ടേ? ചെയ്യുന്ന തൊഴിൽ ഏതായാലും അതിനൊരു കൂറ് വേണം, ശ്രദ്ധ ഉണ്ടാവണം, ന്യായം ഉണ്ടാവണം.
ഈ പണം എത്തിക്കുന്ന സ്ഥലത്ത് എത്തിക്ക്. ശരി അണ്ണാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ പണത്തിന് ഉത്തരവാദി നീയാണ്. നീ അവനൊന്ന് വിളിച്ചേ. ആ ശരിയണ്ണ. എടാ മുരളി, കാശ് തരാന്ന് പറഞ്ഞിട്ട് എന്താടാ തരാത്തെ? തരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്തുവാ? നീ കളിക്കാൻ നോക്ക്. നീ ഇടറാ. അവന്മാർ ഇരിക്കുന്ന കണ്ടില്ലേ? പണവും മേടിച്ച് ഇവിടെ ഇരുന്ന് ചീട്ട് കളിക്കുക. എന്നെയൊക്കെ ഞാൻ കളിപ്പിക്കാടാ. എടാ തെണ്ടികളെ, ഞങ്ങളെ പറ്റിച്ചു കളയാന്ന് വിചാരിച്ചു നീയല്ലേ? ചതിച്ചാ ഞങ്ങൾ ഒരുത്തനെ വെറുതെ വിടില്ല. കണ്ടോടാ, കൊന്നുകളയും. പുറകീന്ന് പാരമണിത കുത്തി കൊടലെടുക്കും. പാടാ. എടി കൽപ്പനെ, പുറത്തൊരുത്തൻ നിൽപ്പുണ്ട്. ഇന്ന് അവനെ ഞാൻ ശരിയാക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. കൊറേ ദിവസം ഫേസ്ബുക്കിൽ ചാറ്റിംഗ് ആയിരുന്നു. ഇപ്പഴാ ഒരു ചാൻസ് കിട്ടിയേ. ഫോൺ ചെയ്തിട്ട് ഇവിടെ എടുക്കുന്നില്ലല്ലോ. ആ ഇന്നിവിടെ കറക്കി എടുത്തിട്ട് തന്നെ കാര്യം. ഹായ്. ഹായ്. ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാത്തെ? സോറി കേട്ടോ, അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. അതുകൊണ്ടാ, ദേഷ്യപ്പെടല്ലേ. ഓക്കേ. അല്ല, എനിക്ക് മൊബൈൽ ഉണ്ടെന്നോ? ഇന്നോ? ഓക്കെ, താങ്ക്സ്. ഇപ്പൊ നീ പോയിക്കോ, നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. നമസ്കാരം അണ്ണാ. പണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇതകത്ത് വെച്ചേ. അവൻ ആരെയാ കളിപ്പിക്കുന്നത്? നമ്മളെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അവന്മാർക്ക് ശരിക്കും കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാ. നീ അവനെ വിളിച്ച് പറഞ്ഞോണ, അവൻ ഇപ്പൊ തന്നെ വരും. ഹായ് അരുൺ. ഹായ് ശശി. എന്നാ നീ ചെല്ല്, ഞാൻ അച്ഛനെ കണ്ടു. ഓക്കെ. വാടോ. നമസ്കാരം. നിങ്ങൾക്ക് തൃശ്ശൂർ വല്ല പിടിപാടുണ്ടോ? ഇല്ലല്ലോ, വലിയ പിടിപാടൊന്നുമില്ല. എനിക്കറിയാം അണ്ണാ. എന്നാ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് വിട്ടോ. ഫോൺ ചെയ്യാം, ഞാൻ സംസാരിച്ചിട്ട് കാര്യം അറിയിക്കാം. ഹൈവേയിൽ നിന്നോ വണ്ടി വരും, അതാണ് പാർട്ടി. മനസ്സിലായല്ലോ? അമൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കാൻ. വിട്ടോ. ശരി അണ്ണാ.
നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം ഗോഡൌണിലേക്ക് ചെല്ല്. ഞാൻ വരാം. ആ ഏയ് എന്തിനാ കട്ട് ചെയ്യുന്നേ? ആരാ വിളിക്കുന്നേ? ആ ശശിയാണെന്നേ. എന്നാ സംസാരിച്ചൂടെ? എനിക്കിഷ്ടമല്ലാന്നേ. അങ്ങനെ പറയരുത്, സംസാരിക്ക്. ഹലോ. ഹലോ, അല്ല നീ തിരക്കിലാണോ? ഫോൺ വിളിച്ചാ നീ എന്താ എടുക്കാത്തത്? എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത്? എന്താ പറ്റിയേ? അല്ല ശശി, എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ ഉറങ്ങായിരുന്നു. അല്ല, ഇപ്പൊ എവിടെയാള്ളേ? പറയേ. ജോലി സ്ഥലത്താ. കൽപ്പനെ, എന്റെ മനസ്സിൽ എപ്പോഴും നീ മാത്രമാ. നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. കൽപ്പനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? നാളെ രാവിലെ ഞാൻ തൃശ്ശൂരെത്തും. നേരാണോ? നേരാന്നേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ കാണാൻ വേണ്ടി മാത്രമാ വരുന്നത്. നാളെ വെള്ളിയാഴ്ചത് കൊണ്ട് നാളെ വൈകുന്നേരം ശനിയാഴ്ച ഞായറാഴ്ച നാട്ടിലായിരിക്കും. എന്താ മോള് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്റെ ജോലി വിട്ടു നിന്നെ കാണാൻ വരുന്നത്. വരാൻ പറയേ. നാട്ടിലേക്ക് പോകുന്നു പറഞ്ഞു. നീ എന്താ ഒന്നും മിണ്ടാത്ത? ശശി വരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ പോവാതെ ഇവിടെ ഇരിക്കാം. മതി, സമാധാനമായി. സോ നാളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഒരു കാര്യം, നാളെ കാലത്ത് പുറപ്പെട്ട് വൈകിട്ടാവുമ്പോൾ ഞാനങ്ങെത്തും. എന്ത് വൈകിട്ടോ? വരട്ടെ. മനസ്സിലായോ? എന്നാ പറഞ്ഞ പോലെ ബൈ. എന്താ നിനക്ക്? അയാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ? എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല. എടി, ഇതില് പിടിക്കായികയൊന്നുമില്ല. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. എന്ന് കരുതി ഒരിക്കൽ പോലും പരിചയമില്ലാത്തവരോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറരുത്. ഈ FB തന്നെ നീ കാരണം ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. എടി, നിനക്ക് ശരിക്കും വട്ടാണോ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയ അവസാനം വരെ അതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് അറിയണം. മനസ്സിലായോ? അതുകൊണ്ടാ ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുന്നത്. ഡോണ്ട് ഫിയർ. നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം വലിച്ചെറിയാം. എന്തായാലും ഇതൊന്നും അത്ര നല്ലതല്ല. ഈ ആഴ്ചത്തെ ചെലവിന് ഒരു തിര കിട്ടി. ഇവൻ എങ്ങനെയെങ്കിലും പിഴിഞ്ഞേ പറ്റൂ. മുതലാളി, ഇതിന്റെ കാറ്റ് പോയി. ശരിക്കും നോക്കടാ. ഞാൻ കുറെ നേരമായി നോക്കുന്നു. അവളല്ലടാ, അപ്പുറത്ത് നോക്കാനാ പറഞ്ഞ്. ഒരു പണി എടുക്കാൻ അറിയില്ല നിനക്ക്. ഒന്ന് നന്നായിട്ട് നോക്ക്. പണിയെടുക്കണം മടിയാ. വായും പൊളിച്ചിരിക്കാതെ. ഡാഡി, ഞാൻ ടൂർ പോവാ. എനിക്ക് കുറച്ച് കാശ് തന്നേ. എടാ മോനെ, ഇന്നലെയല്ലേ നീ നാട്ടിൽ നിന്ന് വന്നത്? ഇത്ര പെട്ടെന്ന് തിരിച്ചു പോണെന്ന് പറഞ്ഞ? അന്ന് ഞങ്ങള് പിക്നിക്കിനല്ലേ പോയേ. ഇത് കൂട്ടുകാരായിട്ട് പോവാ. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണം സമ്പാദിച്ച മാത്രം പോരാ, അത് ചെലവ് ചെയ്യാനും പഠിക്കണം. എന്തോ നെണ്ണാനാ അതിങ്ങ് തന്നെ. ഡാഡിക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങളൊക്കെ പഴയ ആൾക്കാരാ, ഞാനൊക്കെ ഇപ്പൊ ടീനേജ് അല്ലേ. എന്തുവാടേ? മുഴുവൻ എടുത്തിട്ടില്ല, ഇതങ്ങോട്ട് പിടിച്ചോ. ഇവനെല്ലാം മുടിപ്പിക്കുന്നാ തോന്നുന്നു. എനിക്ക് കിട്ടേണ്ടതും കൈക്കലാക്കി. നോക്കി കണ്ടൊക്കെ ചെലവ് ചെയ്യണേ. വരട്ടട മടിയാ. ശരി മോനെ, ശരി മോനെ. ഈ മുതലാളി ആള് ശരിയല്ല. യവനൊരു ഗുണമില്ലാത്തവനാ. അച്ഛനും ഞാൻ പിന്നെ ഫോൺ ചെയ്തോളാം. നോക്കിയത് കാതെ പണി നോക്കിയേ.
നമ്മുടെ പ്ലാനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? എല്ലാം നടക്കുന്നുണ്ട്. ശശി അങ്ങോട്ട് പോയിരിക്കുക. അവൻ പണി തീർത്തിരിക്കും. അതുകൊണ്ട് അവനെ തന്നെ ഞാൻ അങ്ങോട്ട് അയച്ച്. ഒരു കാര്യം പറയാതെ വയ്യ, അവന് എല്ലാ കഴിവുകളുണ്ട്. പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവൻ വഴി തെറ്റിപ്പോവും. അതാണ് എന്റെ ആഗ്രഹവും. അല്ല, നീയാളെങ്ങനെയാ? എന്റെ ആവശ്യം കാണാൻ കൂടും. ആവശ്യം കഴിഞ്ഞ ഉടനെ വലിച്ചെറിയുകയും ചെയ്യും. ഇല്ലെങ്കിലേ അത് നമുക്ക് വലിയ ഭാരയാവണ്ണ. എന്നെ നീ അങ്ങനെയാണോ കരുതുന്നെ? എന്തു അണ്ണ? അണ്ണ എന്റെ ഏറ്റവും വലിയ ദൈവമല്ലേ? ഈ തൊഴില് പഠിപ്പിച്ച ഗുരുനാഥന എന്റെ ഈ അണ്ണൻ. അണ്ണൻ കാരണമാ ഞാനിന്ന് നന്നായി ജീവിക്കുന്നത്. ശരി, ആ ശശിയോട് ജോലി തീർത്ത് പെട്ടെന്ന് വരാൻ പറ. എനിക്ക് അവനെ കാണണം. ഒരു വലിയ ജോലി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വേണം ചെയ്തു തീർക്കാൻ. ചെയ്തേക്കണ്ണ, തീർത്തിരിക്കും. നമ്മുടെ പല കള്ളക്കളികളും എഫ് മുഖേനയാണല്ലോ പോകുന്നത്. എന്താ കൽപ്പന ഇത്? ഫേസ്ബുക്കിൽ നമ്മൾ എന്തുമാത്രം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്തിരുന്നിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ഓരോന്നൊക്കെ ആലോചിക്കായിരുന്നു. ഞാൻ വിശ്വസിക്കില്ല. നിന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ ഉണ്ട്. അതെങ്ങനെ ശരിയാവാ? നമ്മളതിന് ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ. നമ്മളോടൊപ്പമല്ലേ ഏഞ്ചലുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്കും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശരി, ഇന്ന് രാത്രി ഞാൻ ഇവിടെ താമസിച്ചിട്ട് വെളുപ്പിന് ഞാൻ പോയേക്കാം. സോ രാത്രി എന്ത് ചെയ്യാനാ തീരുമാനം? നമുക്ക് വല്ല സിനിമയ്ക്ക് പോയാലോ? എന്റെ അമ്മോ, രാത്രി സിനിമ എനിക്ക് പറ്റത്തില്ല. പിറ്റേ ദിവസം ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. നീ വേണേ പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. അയ്യോ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോവാറില്ല. എന്താ പറഞ്ഞ? അല്ല, ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പമേ പോവാറുള്ളൂ. ഞാൻ ജീവിതത്തിൽ ആണായിട്ട് പരിചയപ്പെടുന്നത് നിങ്ങളെ മാത്ര. ഇറ്റ്സ് ട്രൂ. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. താങ്ക് യു. കൽപ്പനേ, കൽപ്പനേ, കണ്ടോ വിളിക്കുന്നു. എന്താ? എന്റെ ഹെയർ ഡ്രയർ എവിടാ? നിന്റെ റൂമിൽ കാണും, ചെന്ന് നോക്ക്. അല്ല, ഇവക്കെന്തിനാ ഇപ്പോ ഹെയർ ഡ്രയറുടെ ആവശ്യമൊന്നും അറിയില്ലല്ലോ. അവൾ ഇപ്പോഴായിരിക്കും കുളിച്ചിരിക്കുക, അതാ ചോദിച്ചത്. ഓ, ഒന്ന് ഇങ്ങോട്ട് വാന്നേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. ഇവിടെ തന്നെ ഇരുന്നോട്ടോ. ആയിക്കോട്ടെ. എന്തുവാടി? ഒന്ന് അകത്തേക്ക് വാ. കൽപ്പനെ, ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ അത് നിന്നെ മാത്രം. കണ്ണടച്ച് വിശ്വസിച്ചു. അപ്പൊ വിവാഹം വരെ എത്തിയല്ലേ? വിവാഹം വരെ എത്തിയത് കൊണ്ടാ കിടക്ക വരെ എത്തിയത്. ഇതേ എന്റെ പെറ്റമ്മയാണ് സത്യം. സത്യമെന്ന് എന്താ? ഞാനാണ്. കൈ വെച്ച് സത്യം ചെയ്യുന്നതൊക്കെ പഴയ സ്റ്റൈലാ. ചെവിയുടെ അരികിൽ വന്ന് സത്യം ചെയ്യുമ്പോഴല്ലേ കൂടുതൽ സുഖം. കൽപ്പനെ, അയ്യോ, എന്താ അത്? എന്താ കൽപ്പനേ? എന്ത് പറ്റി? ആരും ഒളിഞ്ഞു നോക്കുന്നത് പോലെ. ഇതെന്താ തോക്കൊക്കെ ആയിട്ട്? പേടിക്കണ്ടെന്ന്, ഇതെല്ലാവരുടെയും സേഫ്റ്റിക്കായിട്ടാ. ദൈവേദ ആരെയും ഷൂട്ട് ചെയ്യരുത്, എനിക്ക് പേടിയാവുന്നു. ശശി, ആരാ ആരാ? ആരാന്നൊക്കെ ശരിക്കും നോക്കിട്ട് ചെയ്താ മതി. ഞാനില്ലേ നിങ്ങളുടെ കൂടെ? ഇവിടെ ആരുമില്ല, വാ നമുക്ക് അകത്തേക്ക് പോവാം. കൽപ്പന, എനിക്ക് പേടിയാവുന്നു. നീ ഇങ്ങനെ പേടിക്കല്ലേ, എന്റെ കൂടെ തന്നെ വാ. പ്രേതവല്ലതും ആയിരിക്കുന്നു എന്റെ പേടി.
എങ്ങനെയെങ്കിലും ചാവൂ. ചാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചാവട്ടെന്ന്. നിങ്ങളോട് പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതേ കയറിപ്പോ വരാൻ നിങ്ങളോട് പറഞ്ഞേ. വാ നമുക്ക് അകത്തേക്ക് പോവാം. വാ പോകാം. പ്രേതവും ഇല്ല പിശാചും ഇല്ല. നിങ്ങൾ കയറിപ്പോ. എനിക്ക് വല്ലാത്ത പേടിയാ. ഞാനിന്ന് ഒറ്റയ്ക്ക് കിടക്കില്ല. നമുക്ക് ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ കിടക്കാടി. നല്ല സമയം നോക്കി നശിപ്പിച്ചു. കഷ്ടമായി പോയി. ഞാനിവിടെ കിടക്കുന്നോണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒരു പ്രശ്നമില്ല. കിടന്നോ. ഇവള് മനഃപൂർവ്വം ചൊറിയുവാണോ അല്ല എന്നെ വട്ടം കറപ്പിക്കുവാണോ? ഞാൻ എന്തായി കാണുന്നു? ഇവളെന്നെ ഉറക്കം തോന്നുന്നില്ല. ഇതെന്തോന്നായത്? ഇനിയും നോക്കിയിരുന്നാലേ എന്റെ കൺട്രോള് പോകും. അവൻ ഓടി വരുന്ന കണ്ടോ? എന്തിനാ അങ്ങോട്ടും ഓടി വരുന്നേ? കാര്യം എന്താ വെച്ചാ പറ. നമ്മുടെ ജോലിക്കാരനെ ഐസക്കിന്റെ കൂട്ടാളികൾ വെട്ടിക്കൊന്നു. പോലീസൊക്കെ വന്നിട്ടുണ്ട്. കുറെ പേരെയൊക്കെ പിടിക്കുന്നുമുണ്ട്. ജാതി മത കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസിന്റെ വെറുതെ അടിക്കുന്നു വിചാരിച്ചു. അവരെ ഡ്യൂട്ടി അങ്ങ് നോക്കും. ശരി, ഞാൻ നോക്കിക്കോളാം, നീ വിട്ടോ. തൽക്കാലം 2 ദിവസത്തേക്ക് നമ്മുടെ ആൾക്കാരോട് എങ്ങോട്ട് പുറത്തു പോകണ്ടെന്ന് പറഞ്ഞു. ശരി ശരി ശരി, നീ വിട്ടോ. ശരിയാണ്. എത്ര പറഞ്ഞാലും ഇവന്മാർക്കൊന്നും മനസ്സിലാവില്ല. ഒരു ഒടുക്കത്തെ ജാതി പ്രശ്നം. ആ പറയണ. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഇവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാ. തൽക്കാലം നീ ഇങ്ങോട്ട് വരണ്ട. കുറച്ചു ദിവസം എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കാം. ഞാൻ പറഞ്ഞ ശേഷം ഇങ്ങോട്ട് വന്നാ മതി. എന്താ, കേട്ടല്ലോ? എന്നാ അങ്ങനെ ആവട്ടെ. ഇന്നൊരു ദിവസം എവിടെയെങ്കിലും താമസിക്കുക. വിവരങ്ങളൊക്കെ നാളെ അറിയിക്കാം. ശരിയണ്ണ. ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ഇനി എന്തും പറഞ്ഞാ ഇവിടെ ഇന്ന് താമസിക്കുക? എന്താ ശശി, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? രാത്രിയിലെ സംഭവം ഓർത്താണോ? ഏയ് ഒന്നുമില്ല കൽപ്പന. ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. ആ ചെറിയ കാര്യം എന്ന് വെച്ചാ എനിക്കത് വലിയ കാര്യം കേട്ടോ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോ നെഞ്ചിനകത്തൊരു വേദന. എനിക്കും നെഞ്ചിനകത്ത് ഇതേ വേദന തന്നെയാ. കണ്ടില്ലേ കൽപ്പന, നമ്മുടെ രണ്ടുപേരുടെ ചിന്താഗതി ഒരുപോലെ തന്നെ. ഇന്ന് എനിക്ക് ഇവിടം വിട്ടു പോവാൻ ഒട്ടും തോന്നുന്നില്ല കൽപ്പന. സോ ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ ഇന്നൊരു ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് നാളെ പോവാന്ന് കരുതുന്നു. അതെ, എനിക്ക് സാധനം വാങ്ങിക്കാൻ കടയിൽ പോണം. ഒന്ന് വാ കൂടെ. ഇപ്പോഴെന്തിനാ കടയിലോട്ട് പോകുന്നത്? ഒരു അത്യാവശ്യ സാധനം വാങ്ങിക്കാനാ. കൽപ്പന, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കാരണം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. നീ തനിച്ചു പോയിട്ട് വാ പ്ലീസ്, എന്റെ മുത്തല്ലേ. ഓക്കേ. ഓക്കേ, ബൈ. ശരി, ബൈ. ഹലോ. പറയാളിയാ. എടാ, നീ പോയ കാര്യമൊക്കെ ഓക്കെ ആണോ? ചിക്കിലി റെഡിയാ. പക്ഷെ മറ്റേ കാര്യമോ പറ്റാത്തത്. ഓക്കെ, ബാക്കിയൊക്കെ സേഫ്റ്റി ആണല്ലോ? ഓക്കെയാ, എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുവാളിയാ. അതൊക്കെ ഇരിക്കട്ടെ.
നീ പറയുന്ന സേഫ്റ്റിയുടെ ഫോട്ടോയെ എന്റെ വാട്സപ്പിലോട്ടൊന്ന് തട്ടിവിട്, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ അളിയാ, ദേ ഇപ്പൊ വിട്ടേക്കാം. ഇവളെന്റെ കൺട്രോള് പോക്കുമല്ലോ. ഇനി സമയം കളയരുത്, ഇവളെ എങ്ങനെയെങ്കിലും കറക്കിയെടുത്തേ പറ്റൂ. അല്ല, നല്ല സുഗന്ധം. ഇത് നിങ്ങൾ കുളിക്കുന്ന സോപ്പിന്റെ ആണോ അല്ല നിങ്ങളുടെ ദേഹത്തിന്റെ സുഗന്ധമാണോ? എന്താ കളിയാക്കുവാണോ? അല്ലെന്നേ, ഞാൻ പറയുന്നത് നേരാ. കൽപ്പനയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളായിരുന്നു എന്റെ BF. What? അല്ലല്ല, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞതാ. ഇപ്പോഴും അങ്ങനൊക്കെ ആകാമല്ലോ. എത്ര പേരെ വേണമെങ്കിലും ഫ്രണ്ട്സ് ആക്കാമല്ലോ. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്ന് വേണമല്ലോ. അല്ല, എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഞാൻ ബെസ്റ്റ് ആണോ അതോ നെക്സ്റ്റ് ആണോ അതോ വേഴ്സ്റ്റ് ആണോ? ജസ്റ്റ് ആണേ. എന്റെ ഹൃദയമാ നിങ്ങള് എന്ന് പറയാൻ വന്നതാ. ഒരു കാര്യം അറിയോ, ഞാൻ എപ്പോഴും ഫേസ് ടു ഫേസ് സ്ട്രേറ്റ് ആയിട്ട് സംസാരിക്കും. സംസാരിച്ചോട്ടെ. ഇപ്പോഴും അങ്ങനല്ലേ സംസാരിക്കുന്നത്? സംസാരിച്ചോ. ഇപ്പൊ നമ്മള് ഒരു കടയ്ക്ക് പോവാന്നിരിക്കട്ടെ. അവിടെ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു. അത് വാങ്ങാൻ പറ്റിയോ ഇല്ലയോ എന്നാലും നമ്മളൊന്ന് ചോദിക്കൂലേ? അതുപോലെ തന്നെയാ ഇതും. ഇവിടെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. സോ ഒന്ന് ചോദിച്ചോട്ടെ. എന്താ ചോദിക്കാൻ പോന്നെ? നിങ്ങളെ എന്നെ കല്യാണം കഴിക്കാവോ? ഹലോ, നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ലവർ അല്ലേ? ആ കാര്യം മറക്കല്ലേ. അതെ, ആരെ വേണേലും പ്രേമിക്കാം. എന്നാ വിവാഹോ ഒരാളെ മാത്രമേ കഴിക്കാൻ പറ്റൂ. അത് നിങ്ങൾ മാത്രമാ. അയ്യോ, ഒരു മരക്കൊന്തൻ. തെറ്റാ, നിങ്ങൾ ഈ പറയുന്ന എല്ലാം തെറ്റാ. വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ തെറ്റാണോ? ഞാൻ എന്നും സത്യമേ പറയാറുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. ഇവനെ ശരിയാക്കണം. അയ്യോ, അതൊക്കെ തെറ്റാ കേട്ടോ. എന്നാ ശരി, അപ്പോഴേ നമുക്ക് ഇന്ന് മുതൽ ലവേഴ്സ് ആയേക്കാം. ലവോ? എനിക്ക് വളരെ ദേഷ്യമാണ്. അതെ, അങ്ങനെയൊന്നും പറയാതെ. ഇവനാണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനും സ്വന്തമാക്കും എന്റെ സുന്ദരിയെ. എന്നെ വട്ടാക്കാതെ. ശ്ശോ, ഈ ആണുങ്ങൾക്ക് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? പെണ്ണുങ്ങളെ കണ്ടാ മതി, മധുര വാക്കുകളാൽ നിങ്ങൾ എന്നെ അങ്ങ് വീഴ്ത്തി. അപ്പോ ഓക്കേ ആണല്ലേ? ഓക്കേ, ബട്ട് ഇപ്പോഴില്ല. ടുനൈറ്റ് കൽപ്പന ഉറങ്ങിയത് ശേഷം എന്റെ മുറിയിലേക്ക് വരണുണ്ടോ? ദൈവം കണ്ണു തുറന്നേ. എന്റെ ഏഞ്ചലേ, ഞാൻ ഹാപ്പി ആയിട്ടോ. എനിക്കും. ഐ ലവ് യു. ഇങ്ങ് വന്നേ. ഈ കാണുന്ന സ്വത്ത്, കമ്പനി, ഇതൊക്കെ ഞാനും ചേട്ടനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കൂട്ടുകാരൊത്ത് അടിച്ച് പൊളിച്ച് നീ ഇതൊന്നും നശിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തെയും സ്വത്തിനെയും നീ കാത്തു സൂക്ഷിച്ച അത് മാത്രം മതി എനിക്ക്. ഡാഡി, ഇതെന്റെ ഫൈനൽ ടൂറാ ഡാഡി. അതിനുശേഷം ഞാൻ പുറത്തെങ്ങും പോവില്ല. പ്ലീസ് ഡാഡി. എന്നാ പിന്നെ ഇത് നിന്റെ ഫൈനൽ ടൂർ ആയിക്കോട്ടെ. മേലാൽ ടൂർ പോണെന്ന് പറയരുത്, കേട്ടല്ലോ? ശരി ഡാഡി. ശരി, എന്നാ വാ മോനെ. താങ്ക്സ് ഡാഡി. ഹായ് അരുൺ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. യു ഡിയർ? എനിക്ക് പരമസുഖമാ. ആ, ബൈ ദ വേ, നീ ഇപ്പൊ എവിടാ ഉള്ളേ? ഞാനിപ്പോ ഒരു സ്ഥലത്താ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? ഞാൻ നാളെ രാവിലെ തൃശ്ശൂർക്ക് വരുന്നുണ്ട്. ഓ, അതെ, നിന്നെ കാണാനാ വരുന്നേ. ഓ വാവ്, താങ്ക് യു. ഐ ആം വെയിറ്റിംഗ്. നിന്നെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുവാ. പെട്ടെന്ന് വരണേ. തീർച്ചയായും, എനിക്കും നിന്നെ കാണാൻ കൊതിയാവാ. വാവ്, താങ്ക് യു.
ശരി, ഓക്കെ എന്നാ, ബൈ. അയ്യോ, പ്രേതം, പ്രേതം. അയ്യോ ഏഞ്ചൽ, ഒരു ശബ്ദം കേട്ടു. എന്താ പറ്റി? എന്താ അത്? അവിടെ ആരും നിൽക്കുന്നു. ഏയ്, അവിടെ നിൽക്ക്. അവിടെ നിൽക്കാൻ. എടീ, വന്നേ, നമുക്ക് എന്തായെന്ന് പോയി നോക്കാം. വേണ്ട, എനിക്ക് പേടിയാ. ഇങ്ങനെ പേടിച്ചിരുന്നാലോ? അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? വാ വാ, വേണ്ട, എണീറ്റേ വാ. ഏഞ്ചൽ, ശശിയെ കാണുന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അറിയൂ. ശശി അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിലോ? നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കാരണം നമുക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അതെങ്ങനെയാ? ഇങ്ങോട്ട് വന്ന വിവരം അവൻ ആരെങ്കിലും അറിയിച്ചു കാണില്ലേ? ഈ കാര്യം എങ്ങനെയെങ്കിലും പുറത്ത് അറിയുന്ന തോന്നണേ. നമ്മൾ ശരിക്കും കുടുങ്ങും. ഛേ, മണ്ടത്തരം പറയാതെ. അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് പേടിക്കുന്നതിന്റെ തെറ്റാ. വാ, നമുക്ക് പോകാം. എടി, എന്താ ഇങ്ങനെ ഇരുന്നോണ്ട് ആലോചിക്കുന്നേ? പേടി ഇതുവരെ പോയില്ലേ? നിനക്ക് എല്ലാ കാര്യം കളിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല ഏഞ്ചൽ. സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാകുന്നു. എന്താ ഇത്? നിന്നോട് എത്ര പറഞ്ഞാലും നിന്റെ തലേ കേറിയില്ലേ?
ആവശ്യമില്ലാതെ പേടിക്കല്ലേ കൽപ്പനെ. നിന്നെ അന്വേഷിച്ച് ആരും വന്നില്ല, അവനെ അന്വേഷിച്ച് ആരും വരാനും പോകുന്നില്ല. നീ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണ്ട. നീ ചെന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. ജസ്റ്റ് റിലാക്സ്. കം ഓൺ, ഗെറ്റ് അപ്പ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ നിന്റെ ഫാമിലി ഫ്രണ്ട് ആണോ? ഫേസ്ബുക്ക് ഫ്രണ്ട് മാത്രല്ലേ ഉള്ളൂ. വരാനല്ലേ പറഞ്ഞേ? പണ്ടാര ഫോൺ എടുക്കുന്നില്ല. ഇതാ ശശിയുടെ ഫോണല്ലേ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ശരി, നീ പോയി റെഡിയാവാം. ഞാൻ അരുണിനെ കൂട്ടിട്ട് വരാം. എടാ മണി, ആ മറ്റവനെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. അവൻ കാപ്പി. ഫോൺ എടുക്കാതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്ക. എന്താണ് അങ്ങനെ സ്വിച്ച് ഓഫ് എന്ന് വരുന്നേ? അവന് വലിയ പറ്റിയോടാ? നിനക്ക് വലിയ അറിയോ? നിന്റെ സെല്ലൊന്ന് വിളിച്ചു നോക്കിയേ. അവൻ ഉറങ്ങിയാലില്ലെങ്കിൽ എനിക്ക് എന്തുവാടേ? അവന്റെ കയ്യിലിരിക്കുന്ന എന്റെ പണമാണ്. അപ്പൊ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? മര്യാദക്ക് അവനത് ഇങ്ങോട്ട് എത്തിക്കണ്ടേ? ഒന്ന് മാറി നടന്നോ. ശശിയോട് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. കാര്യം എന്താ വെച്ചാൽ അന്വേഷിക്ക് വേഗം. കുടിക്കുകയില്ല, കുടിപ്പിക്കുകയില്ല, എല്ലാം പോയി. അരുൺ, അരുൺ. അവിടെ നിക്ക. അയ്യോ, പ്രേതം, പ്രേതം. ഏഞ്ചൽ, നിക്ക്. ഏഞ്ചൽ, അവിടെ നിക്ക്. ഓടിക്കോ. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യണ്ട. വേണ്ട വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യണ്ട. വേണ്ട 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 വേണ്ട, എന്നെ ഒന്നും ചെയ്യണ്ട. വേണ്ട.
ഇതാണ് ഉഗ്രൻ സീന്. ഏ? പുറത്തൊരു സീൻ. ഫസ്റ്റ് ഹാഫ് ശരിക്കും പേടിച്ചു പോയി. സെക്കൻഡ് ഹാഫിൽ എന്താണാവോ എഴുതിയിരിക്കുന്നത്? സാർ ഫോൺ. ഫോണോ? കൊള്ളാലോ, 10-20 നമ്പർ വന്നിട്ടുണ്ടല്ലോ. ശരി, ആരാണെന്ന് നോക്കാം. ഹലോ സാർ, അർണോൾഡാണോ? ആ ആ, ആ, ആ. പറയൂ സാർ, എവിടെയാണുള്ളത്? അമേരിക്കയിലാണോ? അയ്യോ, ശരി സാർ. 12-ാം തീയതി ഷൂട്ടിങ്ങോ? സാർ, ഞാൻ വില്ലൻ ക്യാരക്ടർ ഒന്നും ചെയ്യാറേ ഇല്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. കാര്യം എന്താന്ന് വെച്ചാ, എനിക്ക് 12-ാം തീയതി ജപ്പാനില് ജാക്കി ചോന്റെ ഒപ്പം ഡബിൾ റോൾ ഷൂട്ടിംഗ് ഉണ്ട് സാറേ. ഞാനാണ് ഹീറോ. അതെ സാർ, സോറി സാർ, ഞാനേ വില്ലൻ റോളൊന്നും ചെയ്യാറില്ലെന്നേ. അയ്യോ, സോറി, വെരി സോറി. അടുത്ത പ്രാവശ്യം നോക്കാന്നേ. സോറി സാർ. എത്ര പടാന്ന് വെച്ചാ ചെയ്യാ. മമ്മൂട്ടിയുടെ കൂടെ പോലും അഭിനയിച്ചില്ല, പിന്നെ ആ അർണോൾഡോന് പോലും. അത് പിന്നെ സാറേ, വീണ്ടും എടോ, തുടങ്ങിയിരിക്കേ. താൻ പറഞ്ഞില്ലേ ആ വീട്ടില് പ്രേതബാധയുണ്ടെന്ന്? അതുകൂടാതെ 2 പെണ്ണുങ്ങളും ഉണ്ട്. അവരെ ഒന്നും ചെയ്യാതെ എന്തിനാ പിന്നെ ആ ഗസ്റ്റുകളെ കൊന്നത്? പറ. എന്റെ സാറേ, കൊന്നത് പ്രേതമൊന്നല്ല. താൻ എന്ത് വിഡിത്താടോ പറയുന്നത്? കൊടൈക്കനാൽ മലനിരകളുടെ താഴെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ അടുത്ത സീൻ. അച്ഛാ, ഞാൻ ആ മലയടിവാരം വരെ പോയിട്ട് വരാം. ശരി അച്ഛാ. പട്ടണത്തുനിന്ന് കുറച്ചുപേര് വരുന്നുണ്ട്. ആ, വലിയ മുതലാളി പറഞ്ഞയച്ചിരിക്കുക. വീടൊക്കെ സൂക്ഷിക്കണേ മോളെ. ആ ശരി, ഞാൻ നോക്കിക്കോളാം അച്ഛാ. ചേട്ടാ, ചുണങ്ങരാജന്റെ വീട് എവിടെ? അരേ, ചുണങ്ങരാജന്റെ വീടാ? അതെ, നേരെ അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് തിരിയ. അവിടെ ഇടത്ത് കാണുന്ന ആദ്യത്തെ വീടാ. അവിടെ ചെറിയൊരു പാലം ഉണ്ട്. ഓക്കെ, അവിടെ ചെന്നാ കാണാൻ നമ്മുടെ ചുണങ്ങരാജന്റെ വീട്. എന്നാ ശരി. ഇവൻ അഡ്രസ് ആണ് പറയുന്നത്. എന്താണോ? ഇവിടെ നമുക്കൊരു ആപ്പിൾ ജ്യൂസ് കഴിച്ചാലോ? ഒന്നാമത്തെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ആപ്പിൾ ജ്യൂസ്. എന്തായാലും ഈ നാട്ടിലെത്തിയല്ലോ, കണ്ടുപിടിക്കാം. ഇവിടെ എന്തുമാത്രം ദൂരമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഭക്ഷണം കിട്ടുമോ ആവോ? എടാ, നീ ഇവിടെ വണ്ടി നിർത്തി ആരോടെങ്കിലും ചോദിക്കേ. ആ, നീ ചെന്ന് അന്വേഷിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങണം. എടാ, നിന്ന് നോക്കാതെ അഡ്രസ് അന്വേഷിക്കേ. ചുറ്റും കാടാ. എന്തോന്ന് അഡ്രസ്? ആരുടെ അഡ്രസ് ചോദിക്കാനാടേ? എടാ പ്രാന്ത, നീ ഒന്ന് അവിടെ മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്റെ കാര്യം നോക്കടേ. കാണാൻ കൊരങ്ങനെ പോലെയുള്ള നീ ആണോടാ ഇങ്ങനെ നിന്ന് വാചകം അടിക്കുന്നത്? നീ തുള്ളണ്ട, അങ്ങോട്ട് ഒന്ന് പോവാ. നിർത്തടാ. ഒരുത്തൻ പോകുന്ന പോക്ക് കണ്ടില്ലേ? ശോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് തട്ടി നോക്കാം. അല്ല, നിങ്ങൾ ആരാ? ഇതെന്താ ഇങ്ങനത്തെ വേഷത്തിലൊക്കെ? അല്ല, ആരാന്ന് ചോദിച്ചില്ലേ? വായില് നാക്കില്ലേ? പറഞ്ഞൂടെ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ചുണങ്ങരാജന്റെ വീട് ഇതല്ലേ? അതെ, അതായത് എന്റെ അച്ഛനാണത്. ഓഹോ, ചുണങ്ങരാജന്റെ മകളാണോ? അല്ല, ഞാൻ തള്ളയാ. ചുണങ്ങരാജന് ഇത്രയും ഭംഗിയുള്ള മോളോ? ഓ,
ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ? ആ കണ്ടു. ഇനി എന്തിനാ ഇവിടെ നിക്കുന്നേ? ഞാനങ്ങ് മയങ്ങിപ്പോയി. എന്താ പറഞ്ഞേ? താമസിക്കുന്ന വീടൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചതാ. നിങ്ങൾ താമസിക്കുന്ന വീട് വൃത്തിയാക്കാനായിട്ട് അച്ഛൻ പോയിരിക്കാ. ദാ അപ്പുറത്ത് ആ കാണുന്ന വീട്, പോയിക്കോളൂ. അല്ല, അപ്പുറത്ത് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് കൂടെ വരൂ, എനിക്ക് വഴിയറിയില്ലല്ലോ. ശരി, വരൂ. ഞാൻ കറക്കിയെടുത്തോളാം. ദേ ഈ വഴിയാ. എന്തോ? നേരെ അങ്ങോട്ട് ചെന്നാ മതി. അപ്പോഴേക്കൊരു വളവ് കാണും. അങ്ങോട്ട് വളഞ്ഞിട്ട് നേരെ പോയാ മതി. അപ്പൊ കൂടെ വരുന്നില്ല അല്ലേ? ഞാനെന്തിനാ വരുന്നേ? നിങ്ങള് പട്ടണത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ. ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. എടാ അളിയ, നമുക്ക് തന്നെ അങ്ങ് കണ്ടുപിടിക്കാം. ആ സുന്ദരിയെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. നടക്ക നടക്ക. നടക്ക്. ആ കേരടാ. നല്ല പ്രകൃതി ഭംഗി അല്ലേ? നമുക്ക് ഇവിടെ കൂടിയാലോ? എടേ, കാട്ടിൽ പുലിയും കരടിയൊക്കെ ഉണ്ടാവൂ. നമ്മളടുത്ത് തന്നെ പുലിയും കരടിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ കാട്ടിൽ അന്വേഷിക്കുന്നത്? അല്ലടാ മച്ചു. ഓ, ഇവന്മാരെ കുറിച്ചാണോ പറഞ്ഞത് നീ? നമസ്കാരം കൊച്ചു മുതലാളി. നമസ്കാരം രാജേട്ടാ. നമസ്കാരം. നമസ്കാരം. നേരെ വീട്ടിലാ പോയത്. അങ്ങനെയോ? മോള പറഞ്ഞ് ഈ വീടിനടുത്തുണ്ടെന്ന്, അതുകൊണ്ടാ വന്ന്. സുഖം തന്നെ അല്ലേ? ഞങ്ങൾക്കൊരു കുറവുമില്ല മോനെ. സ്വന്തം വീടും കാട്ടുപഴങ്ങളും ഒക്കെ ഉണ്ട്. ഈശ്വര സഹായത്തിൽ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. നാട്ടുകാരൊക്കെ നന്നായിരിക്കുന്നു. നന്നായി. അച്ഛൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന്. ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. വളരെ നന്ദിയുണ്ട്. വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. ആ ശരി. ഞാൻ പെട്ടെന്ന് വരാം. നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തു. ആ ഞാനൊന്ന് വീട് വരെ ചെല്ലാം. ശരി. ചെല്ലും. എടാ, ഇതെന്നെ വീട്. വണ്ടി എടുക്ക. എന്നാ നമുക്ക് പിന്നെ കാണാം. ആ എടി പെണ്ണേ, ഉം. ഏയ് നീലി, നമുക്കിന്ന് അമ്പലത്തിൽ പോകണ്ടേടി. ഇതെന്താ നീ ഒരുങ്ങാതെ മാവ് അരച്ചോണ്ടിരിക്കുന്നേ? മാവരിക്കുന്ന കണ്ടില്ലേ? നീ തന്നെ പൊക്കോ. അതെന്താ? ഇന്ന് തീയതി എത്രയെന്നറിയോ നിനക്ക്? 6-ാം തീയതിയല്ലേ? ഇന്ന് എനിക്ക് ശരീരത്തിന് അത്ര സുഖം തോന്നുന്നില്ല. അതുകൊണ്ട് നീ തന്നെ ഒറ്റയ്ക്ക് പോയാ മതി. സമയം കളയണ്ട. ഓ, ഇവളുടെ ഒരു കാര്യം. എന്നാ ഞാൻ പോകുക. എടാ, നീ ഇതൊന്ന് മല കയറിയിട്ടോ? എടാ, പതുക്കെ പോടാ. ഞാനും കൂടി വരട്ടെ. താഴെ വീഴും. എടാ മെല്ലെ, എനിക്ക് കേറാൻ പറ്റുന്നില്ല. എടാ പതുക്കെ. എടാ അളിയ, ഈ ഭംഗി കാണാനൊക്കെ നമ്മൾ എന്തുമാത്രം ദൂരയാത്ര ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ട് കാണും ഇതൊക്കെ. അതുകൊണ്ടല്ലടാ സിനിമാക്കാരൊക്കെ കഥ എഴുതാനെന്നും പറഞ്ഞ് കാട്ടിലോട്ട് വരുന്നത്. അത് മാത്രോ, ഈ നക്സലൈറ്റ് ഒക്കെ എന്തിനാ കാട്ടിനുള്ളിലേക്ക് വരുന്നത്? എടാ, എന്തൊക്കെയാടാ നിങ്ങൾ പറയുന്നത്? ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം വേറെ എവിടെ കിട്ടാനാ? അതുകൊണ്ടാണ് അവര് വരുന്നേ. എന്തൊക്കെയായാലും ശരി, ഒരു 5-6 ദിവസം കഴിയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു. ഏട്ടൻ ഇനി ഇങ്ങോട്ടും വിളിക്കല്ലേ. ഈ കാണുന്ന സൗന്ദര്യത്തെക്കാളും രാജൻ ചേട്ടന്റെ വീട്ടിലെ സുന്ദരിയില്ലേ, അവളുടെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം. ആ, ഉവ്വ് 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 ഉവ്വ്. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എന്താ നീ ആ സബ്ജക്ട് എഴുന്നള്ളിക്കാതെ? നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും സൗന്ദര്യമുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അവളെ ഇഷ്ടായി. ഞാൻ അവളെ വിടില്ലടാ. അവളെ കയ്യിലെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. നമ്മള് കാട് കാണാൻ വന്നിട്ട് ഇങ്ങനെയൊന്നും സന്തോഷമില്ല. പിന്നെ എന്താടാ കാര്യം? അരുൺ അങ്ങനെ വെറുതെ വിടില്ല. കൊള്ളൂലടാ. വേണ്ടടാ മോനെ. എന്താടാ? കാട്ടുജാതിക്കാരെ എന്നെ കണ്ടം തുണ്ടമായി വെട്ടിയരിഞ്ഞു കളയും. അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കറക്കി എടുത്തിരിക്കും. വെളുപ്പിന് 5 മണിക്ക് അവൻ വിളിച്ചുണർത്തിയതാ. പോടാ. എടാ, അവള് വാതില് തുറന്നടേ. നിങ്ങളോ? ഇതെന്താ രാവിലെ തന്നെ ഇങ്ങനത്തെ വേഷത്തില്? അങ്ങനത്തെ വേഷം ഇഷ്ടപ്പെടുന്നില്ലല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ടാ ഷർട്ടും മുണ്ടും ഇട്ടോണ്ട് വന്നു.
ഇതൊക്കെയാണോ? ഇക്കണക്കിന് പോയാൽ അധികം വൈകാതെ ഇവൻ നമ്മളെ കൊണ്ടുപിടിപ്പിക്കും. അത് പിന്നെ നിങ്ങൾ എപ്പോ കാണുമ്പോഴും നല്ല ഐശ്വര്യാണല്ലോ. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഈ ഐശ്വര്യം എന്താ ഞങ്ങൾക്ക് കിട്ടാത്ത? ചിന്തകൾ നല്ലതാണെങ്കിൽ മുഖത്ത് ഐശ്വര്യം ഉണ്ടാകും. എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതായാൽ മാത്രം മതി. ശരി, അതിരിക്കട്ടെ. അച്ഛനെവിടെ? ദാ, അച്ഛൻ വന്നു. പറ മോനെ. ആ, വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. മോൻ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. മോനെ, എന്നാ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാം. ആ ഷർട്ട് എടുത്തേ മോളെ. ശരി, അച്ഛാ. ഒരു കാര്യം ചോദിക്കട്ടെ മോനെ, രാവിലെ നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? പാചകം ചെയ്യൂ. ഞാനല്ല, എന്റെ മോള് ചെയ്യും. ധാന്യങ്ങൾ കുറുക്കി ഉണ്ടാക്കുന്ന ഭക്ഷണം നന്നായിട്ടുണ്ടാക്കും. കഴിച്ചു നോക്കൂ, നല്ല രുചിയാ. അത് കഴിച്ചു കഴിഞ്ഞാ ഹോട്ടലിൽ പോകാനേ തോന്നില്ല. അങ്ങനെയാണോ? ആ എന്നാ പിന്നെ കഴിച്ചിട്ട് തന്നെ കാര്യം. അച്ഛാ, ആ, ഭക്ഷണം ഉണ്ടാക്കി വെക്കണേ മോളെ. നമുക്കൊന്ന് പുറത്ത് കറങ്ങിട്ട് വന്നാലോ? പാവം ഇവൻ ഈ പെണ്ണിനെ ശരിക്ക് കറക്കി എടുത്തു. പോരാത്തതിന് ഇപ്പൊ ഭക്ഷണവും. എടാ, കഴിച്ചിട്ട് പോകാമായിരുന്നു. നീയൊന്നും മിണ്ടാണ്ടിരിക്കടാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാന്നേ. അളിയോ, ഈ നോക്കി കാട്ടിനകത്ത് വരണേ. കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കുത്തി കാണുന്നില്ല. വീഴല്ലേ? നമ്മളൊക്കെ ഉണ്ടല്ലോ, അത് പോരടേ. മര്യാദയ്ക്ക് വല്ലതും കഴിച്ചേച്ച് വന്നാ മതിയായിരുന്നു. ഇവൻ ഒരുത്തൻ ആരും കാരണം വിശന്നിട്ടും വയ്യ. ശരിയാടാ, എടാ, കുടല് കരിയ. അണ്ണന് യാതൊരു ചുളുക്കുമില്ലാതെ കേറി പോകുന്ന കാണു. അയാള് കോല് പോലല്ലേ ഇരിക്കുന്നത്. ഒരു രോഗം കാണത്തില്ലടേ. ഈ കാട്ടിൽ തന്നെ ജനിച്ചു വളർന്നോണ്ടാ ഇത്രയ്ക്ക് ആരോഗ്യം. നിങ്ങളത് നോക്കിയേ, അവിടെ കാണുന്ന ആ കിടങ്ങില്ലേ, അതുവഴിയാണ് കുടിവെള്ളം മുന്നോട്ട് വരുന്നത്. എടാ, പാമ്പൊക്കെ കാണും. സൂക്ഷിച്ചു നടന്നോ. സൂക്ഷിച്ച് വരണേ മക്കളെ. നോക്കി കണ്ടൊക്കെ നടക്ക്. വയ്യാതെ ആയടേ. ഒറ്റയാനെ കണ്ടാ പറയണേ. കാരണം ഈ ഒറ്റയാൻ ഭയങ്കര മോശമാ. കഴിഞ്ഞ ആഴ്ചയാ ആ സ്ഥലത്ത് വെച്ച് തെക്കേതിലെ ഭരതനെ കുത്തി അങ്ങ് കൊന്നു, ചവിട്ടി ചമ്മന്തിയാക്കി. എടാ, രാജേട്ടൻ പറഞ്ഞത് കേട്ടോ? ആന വന്ന ഓടിക്കോ, ഈ കാര്യം പോക്കാ. എടാ, ഇവന്റെ പുറകിലായി പോയല്ലോ. അറിയില്ലാത്തൊരു കാര്യം. ഇതെങ്ങോട്ടാടാ ശവി ഇങ്ങനെ പോണത്? നടക്കടാ. എനിക്ക് വിശക്കുന്നടാ, എനിക്ക് നടക്കാൻ വയ്യടാ. മര്യാദക്ക് കഴിച്ചിട്ട് വന്നാ മതിയായിരുന്നു. മോനെ, ഞങ്ങളൊക്കെ ഇവിടെ ശുദ്ധമായ വായുവാ ശ്വസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡാ ശ്വസിക്കുന്നേ. എന്റെ അമ്മോ. ആ, മതി മതി. അവന്റെ വായനോട്ടം കണ്ടില്ലേ? കുത്താനോ തോന്നുന്നു. അവനെപ്പോഴും അങ്ങനെ തന്നെയല്ലേ. എടാ, എനിക്ക് കിട്ടിയാലോ ചെറുതായി പോയെന്നാ തോന്നുന്നേ. ഓ, ഇതായിരിക്കും ഇവിടുത്തെ പ്രധാന ഭക്ഷണം. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. എന്താ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതെന്താ, സവാളയാ? ആ, കഴിച്ചോക്കിട്ട് പറയാടാ. എല്ലാരും നല്ലോണം കഴിച്ചോ. അങ്ങോട്ട് വിളമ്പ് മോളെ. കഴിച്ചോളൂ. ആ, ഒരു മടിയും വേണ്ട, വയറ് നിറച്ച് കഴിച്ചോളൂ. പെങ്ങളെ, ഒട്ടും മടിക്കണ്ടോ. അടുക്കളയിലുള്ളതെല്ലാം അങ്ങ് പോരട്ടെ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ? സിറ്റിയിലെ നൂഡിൽസ് കഴിച്ച് കഴിച്ച് മടുത്തു പോയടേ. ഇങ്ങനത്തെ ആഹാരം വേണം കഴിക്കാൻ. ആ, കുറച്ചുകൂടി വിളമ്പാം. തിന്നോ. അനിയത്തി, ആ, അടിപൊളിയായിട്ടുണ്ട്. ശരിയാ. കേറ്റിക്കാട്ടാ. ഓ, ഒന്ന് മിണ്ടാതിരിയണേ, ഞാൻ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ആ, പിന്നെ ഞങ്ങളിവിടെ കോലി കളിക്കല്ലേ. ഡാ, മിണ്ടാതിരിക്കടാ. ഭക്ഷണമൊക്കെ ഇഷ്ടമായോ ആവോ? വളരെ നന്നായിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ലാതെ അതിശയിച്ചിരിക്കുക. ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ മുമ്പ് കഴിച്ചിട്ടേ ഇല്ല. ഇത് പാകം ചെയ്ത ആൾക്ക് എന്ത് തന്നെ കൊടുത്താലും മതിയാവില്ല. ഇവൻ എന്തൊരു കളവാടെ അടിച്ചു വിടുന്നത്. അവന്റെ വിറ്റ് കേട്ടാടേ. മോനെ, കുറച്ചു
കുറച്ചുകൂടി വിളമ്പട്ടെ. ആ വിളമ്പിക്കോളൂ. മോളെ എടുത്തോണ്ട് വാ മോളെ. നന്നായി തട്ടിക്കാട്ടാ. വേറൊരു കാര്യം, അടുത്ത് കിട്ടിയ 1000 മുത്തം തിരിഞ്ഞ്. ഉവ്വ ഉവ്വ. മോൻ എന്താ മോളെ പറഞ്ഞത്? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ. എന്റെ അമ്മച്ചി വല്ല വിധത്തിലും കഴിച്ചു തീർത്തു. ഇനി നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. വിശപ്പോണ്ട് മൂക്കറ്റം കേറ്റിട്ടാ. അല്ല മോനെ കുറച്ചുകൂടി തരട്ടെ? അല്ല വേണ്ട വേണ്ട മതിയേ. ഇവിടെ വെള്ളം തീർന്നേ, കുറച്ച് വെള്ളം വേണം, കൈ കഴുകാനാണേ. അല്ല എന്റെ കയ്യിലേക്ക് ഒഴിക്കാം. ഉം. ആയിരം മുത്തം തരാൻ എന്തിനാ പറഞ്ഞേ? എന്താ അതിൽ തെറ്റുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കേട്ടാൽ അച്ഛൻ വെറുതെ ഇരിക്കില്ല. അച്ഛന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും മുത്തം തരുമോ? എടേ, ഇവന് കൈ കഴുകാൻ ഒരു കുടത്തിലെ വെള്ളം മുഴുവൻ വേണോടെ. അല്ല ഇതെന്താ ഈ സമയത്ത് വെള്ളം പിടിക്കുന്നു? ഇതെന്താ ഈ വഴിക്ക്? അതല്ല, ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. എന്റെ പരിചയത്തിലുള്ളതാ. ആ, അച്ഛനെയാണോ? അല്ല വേറൊരാളെയാ. ആ, അപ്പുറത്തൊന്നും വേറെ വീടില്ലല്ലോ. ആ, ആണോ? മലകളാ ഉള്ളത്. ഓഹോ, അപ്പൊ എനിക്ക് വഴി തെറ്റിയതാ. ചെല്ലു. താഴെ നോക്കി നടക്കണേ, അല്ലെങ്കിൽ വീഴും. ഇവളെങ്ങനെ കയ്യിലെടുക്കുക? എത്ര നാള് പമ്മി നടക്കും? നിന്നെ ഈ അരുൺ വിടിലടി മോളെ. കുറെ നേരമായാലും ഇവിടെ കാണുന്നില്ല. ഇന്നെങ്ങനെങ്കിലും ഇവിടെ വശത്താക്കണം. ലക്കിന് കിട്ടിയതാ, ഇത് കൈവിട്ട് കളയരുത്. എടാ ഇവിടെ വരുന്നുണ്ട്, എന്നാ തുടങ്ങിക്കോ. ക്ഷേത്രത്തിൽ പോകുന്ന പതിവൊക്കെ ഉണ്ടല്ലേ? അല്ല എന്താ ഈ ചോദിക്കുന്നേ? എന്റെ ഭഗവതി, എന്നും രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുതിയതിനു ശേഷം കഴിക്കാറുള്ളൂ. അല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്തി? അവരൊക്കെ മടിയന്മാരാ, ഇപ്പോഴും കിടന്നുറങ്ങുക. അല്ല ഈ ക്ഷേത്രങ്ങൾ, ഞങ്ങളുടെ നാട്, അതൊക്കെ ഇഷ്ടായോ? ആ ഒരുപാട് ഇഷ്ടായി. ഈ നാട് മാത്രല്ല, എന്താ തന്നെയും. സത്യമായിട്ട് പറയാ, എനിക്ക് വളരെ ഇഷ്ടമായി. കല്യാണം കഴിക്കണമെന്ന്, സോറി, ഞാൻ തന്നെ കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക.
കരിമിഴിയും മഞ്ചാടി ചുണ്ടും മനസ്സുലയ്ക്കേ എന്നുള്ളിൽ ആശക്കുളിരണിയേ ഇന്നിൻ മോഹം തുളുമ്പി നിൽക്കേ നിന്നോമൽ നിഴലായി ഞാൻ കൂടെ പോന്നിടാം മാറിൽ വീണ മേഘമഴമാനേ ഓ കാന്തക്കരിമിഴിയും മഞ്ചാടി ചുണ്ടും മനസ്സുലയ്ക്കേ അഴകാർന്ന വദനം അതിൽ മങ്ങിൻ മധുരം ഞാൻ നുകർന്ന നിമിഷം നീ നാണവിരൽ വരഞ്ഞോ കവിളിൽ ഞാൻ തേടും മൃദുരാഗതളങ്ങൾ നീ നിറഞ്ഞു പെയ്യുമെന്നുള്ളിൽ ഓ ഹൃദയങ്ങൾ പാടും ഒരു സാന്ദ്രഗാനം മനസ്സിൽ നിന്നും ഞാൻ നീട്ടിടാ എന്നുള്ളിൽ ആശക്കുളിരണിയേ ഇന്നിൻ മോഹം തുളുമ്പി നിൽക്കേ എന്നുള്ളിൽ ആശക്കുളിരണിയേ ഇന്നിൻ മോഹം തുളുമ്പി നിൽക്കേ നിന്നോമൽ നിഴലായി ഞാൻ കൂടെ പോന്നിടാം മാറിൽ വീണ മേഘമഴമാനേ ഓ കാന്തക്കരിമിഴിയും മഞ്ചാടി ചുണ്ടും മനസ്സുലയ്ക്കേ ഞാനിന്ന് നാട്ടിലേക്ക് പോവുക. വീട്ടുകാരുടെ സമ്മതത്തോടെ ഞാൻ നിന്നെ കൂട്ടിയിട്ട് പോകും. നിന്റെ അച്ഛനോട് സംസാരിച്ച് എല്ലാം ശരിയാക്കണം. എനിക്ക് എന്റെ അച്ഛന് നല്ല വിശ്വാസമുണ്ട്. ഞാനാകെ പേടിക്കുന്നത് നിങ്ങളുടെ അച്ഛനമ്മനെ ഓർത്ത. അവര് സമ്മതിക്കോ? ഇത് നോക്ക്, ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു തരേണ്ടത് അവരുടെ കടമയാ. അവര് സമ്മതിക്കും. നിന്റെ അച്ഛനും കൂടി സമ്മതിക്കുകയാണെങ്കിൽ അത് മാത്രം മതി. ഞാൻ നിങ്ങളെ വിശ്വസിച്ച എന്നെ തന്നെ തന്നത്. നിങ്ങൾ തിരിച്ചു വരാതിരിക്കരുത്. എന്നെ വിവാഹം കഴിക്കണം. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല പറയാൻ.
ഹൃദയവും മനസ്സും എല്ലാം നിന്റെ കയ്യിലാണ്. ഇന്നാ ഈ ഫോൺ വെച്ചോളൂ. ഞാൻ നാട്ടിൽ പോയ ഉടനെ നിനക്ക് കോൾ ചെയ്യാം. നീ അറ്റൻഡ് ചെയ്ത് സംസാരിക്കണം. എന്താ? വെച്ചോ. ശരി, ഞാൻ പോയിക്കോട്ടെ. ഏയ് കരയല്ലേ മോളെ. ഏയ് എന്നാ ഞാൻ പോയിക്കോട്ടെ. ഇത് നോക്ക്, ഞാൻ തീർച്ചയായിട്ടും വരും. ഓക്കെ ബൈ. അച്ഛാ, കുടിക്കാൻ വെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട മോളെ. ഈശ്വര, എന്തു പറ്റി മോളെ? മോളെ പറ, എന്താ പറ്റിയത്? എന്തു പറ്റി മോളെ? സുഖമില്ലേ? വന്നേ, വാ, മെല്ലെ വാ. മോളെ ഒന്നുമില്ല അച്ഛാ. പനിക്കുന്നുണ്ടോ? എനിക്കൊന്നുമില്ല അച്ഛാ. നീ എന്തിനാ കരയുന്നേ? എന്താന്ന് വെച്ചാ പറ മോളെ. ഒന്നുമില്ല അച്ഛാ. വയറെങ്ങാനും വേദനിക്കുന്നു? ഇല്ല അച്ഛാ. വൈദ്യരുടെ അടുത്തേക്ക് പോവാം. വേണ്ട അച്ഛാ. പിന്നെ എന്തിനാ മോളെ നീ കരയുന്നത്? ഒന്നുമില്ല എന്തായാലും പറഞ്ഞോളൂ. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തു അച്ഛാ. അയ്യോ എന്റെ ദൈവങ്ങളെ, ചതിച്ചല്ലോ മോളെ നീ. ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ? നമ്മുടെ മാനം കളഞ്ഞല്ലോടി. അമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് കരുതി ലാളിച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. നീ ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. എന്റെ കുടുംബമാനം കളഞ്ഞ മഹാഭാവിയാ നീ. എന്താ ചെയ്യേണ്ടതറിയോ? അച്ഛാ, അയാള് നല്ലവനാണ് അച്ഛാ. അദ്ദേഹം വരാന്ന് പറഞ്ഞു. സ്വന്തം അച്ഛനമ്മയോട് സംസാരിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞു. എന്നെ വന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. എന്നെ വിശ്വസിക്കാൻ ബുദ്ധിയില്ലാത്തവളായി പോയല്ലോ. ആത്മാർത്ഥമായി പ്രേമിക്കുന്നവരാരും ഇങ്ങനെ ചെയ്യില്ലല്ലോടി. അവരിപ്പോ എവിടാണെന്ന് പോലും നമുക്കറിയോ? അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ സെൽഫോൺ എനിക്ക് തന്നിട്ടാ പോയത് അച്ഛാ. ശരി, എന്നാ ഇപ്പൊ തന്നെ അവനെ ഫോൺ വിളിക്ക്. എന്താ അവൻ പറയുന്നത് നോക്കാലോ.
ഹലോ ഹലോ ഹലോ, ഞാൻ നീലിയ സംസാരിക്കുന്നത്. നീലിയോ? ആരാത്? അയ്യോ, ഇതെന്താ ആരാന്ന് ചോദിക്കുന്നേ? അന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നില്ലേ? ഓ, ആ രാജേട്ടന്റെ മോളല്ലേ? ആ, ഞാനാ. ഇപ്പൊ നിങ്ങക്ക് ഓർമ്മ വന്നോ? ആ, ഓർമ്മയുണ്ട്. അച്ഛന് കൊടുക്കാനുള്ള പൈസ എല്ലാം കൊടുത്തല്ലോ. അയ്യോ, അതല്ല, നമ്മള് തമ്മില് സ്നേഹമായിരുന്നല്ലോ, അതാ. ആഹാ, അതെ അതെ, ഞങ്ങള് വന്നിരുന്നു, അവിടെ താമസിച്ചു, ഭക്ഷണം കഴിച്ചു, തിരിച്ചു വന്നു. ഇപ്പൊ അതിനെ കുറിച്ച് എന്തിനാ വെറുതെ സംസാരിക്കുന്നേ? അത്രേ ഉള്ളോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് പ്രേമിച്ച് തെറ്റ് ചെയ്യിപ്പിച്ചില്ലേ? എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. ഞാനിപ്പോ സംസാരിക്കുന്ന ഫോണ് പോലെ നിങ്ങളല്ലേ എനിക്ക് തന്നത്? ഫോണ് തന്നോ? ഞാൻ തന്നെ നിനക്ക് ഫോണ് തരുന്നേ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കണ്ട. എനിക്ക് ആ മുഖം തന്നെ ഓർമ്മയില്ല. നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഫോൺ വെക്കേ. Number currently switched off. Please try again later. ഇതാണടി പണക്കാരുടെ ബുദ്ധി. എന്നെ ശരിക്കും ചതിച്ചിട്ട് പോയി അവൻ. എന്റെ ജീവിതം അല്ലേടി ഇപ്പൊ നയിച്ചത്. ഞാനിനി വയസ്സാക്കാലത്ത് എന്ത് ചെയ്യുവാടി? എന്റെ മാനം നീ കളഞ്ഞല്ലോടി. ഞാൻ എന്ത് ചെയ്യും? പറ. എന്നെ തല്ലല്ലേ അച്ഛ. ചെയ്തു പോയി. എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം പോയി കളഞ്ഞു. ഞാനിനി എന്തിന് ജീവിക്കണം? അച്ഛാ. ചേട്ടോ, ചാവാൻ എന്റെ വണ്ടി കിട്ടുള്ളൂ. ഒന്ന് നോക്കിപ്പോ. നിനക്ക് ആ മാധവന്റെ കാര്യം അറിയോ? അയാൾക്ക് എന്താ പറ്റിയത്? അവന്റെ മോളെ അന്യജാതിക്കാരനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിഴപ്പിച്ചിട്ട് അങ്ങ് പോയി കളഞ്ഞു. എന്റെ ഈശ്വര, ആളാകെ വെല്ലാണ്ടെങ്ങായി. ആണോ? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാ കേട്ടത്. എന്റെ ദേവി, അവനൊരു നല്ല മനുഷ്യനായിരുന്നു. എടോ, മനുഷ്യർക്ക് അഭിമാനല്ലേ വലുത്. അതില്ലാണ്ടായ പിന്നെ ജീവശവായില്ലേ? അതെ അതെ അതെ. അഭിമാനം നഷ്ടപ്പെട്ട ജീവിച്ചിട്ട് പിന്നെ കാര്യമില്ലല്ലോ. നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റില്ല.
ശരിയാ. ചേട്ടേ ചായ വേണ്ടേ? വേണ്ട. അച്ഛാ, അച്ഛാ, കരയാതെ മോളെ. പറ്റുന്നില്ല. ഞാൻ തെറ്റു ചെയ്തു അച്ഛാ. സംഭവിച്ചതോർത്ത് നീ കരയണ്ട. ഇനി മുന്നോട്ടുള്ള കാര്യം നോക്കിയാ മതി. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഇനി എന്താ ചെയ്യാ അച്ഛാ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കരയാതെ മോളെ. അച്ഛൻ എന്തെങ്കിലും പറ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എന്റെ ചങ്ക് പറഞ്ഞു പോകുന്ന പോലെ തോന്നുക. നീ ഒന്നുകൊണ്ട് വിഷമിക്കാതെ മോളെ. എല്ലാം ആ മോളിലുള്ളവ ശരിയായി. നീ ധൈര്യമായിട്ടിരിക്കേ. എന്നോട് ക്ഷമിക്കൂ അച്ഛാ. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാ. എണീക്ക് മോളെ. സമാധാനായിട്ട് കിടന്നുറങ്ങ്. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ അച്ഛാ. എന്റെ മോൾ ഉറങ്ങിക്കും. ഇനി കരയാതെ കിടന്നുറങ്ങും.
മരിക്കുന്നത് തന്നെയാ നല്ലത്. അച്ഛാ. ചേച്ചി എന്റെ അച്ഛനെ കണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ എവിടെ വന്നു. ചേച്ചി എന്റെ അച്ഛനെ കണ്ടോ? ഇല്ലല്ലോ. കണ്ടില്ലേ? ശാരദേച്ചി എന്റെ അച്ഛനെ കണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ എന്റെ അച്ഛൻ. കുട്ട കുട്ട എടാ എന്റെ അച്ഛനെ കണ്ടോ? ഇല്ല ചേച്ചി. എന്റെ അച്ഛനെ കണ്ടോ? ഇല്ല. ചേട്ടാ ആരും കണ്ടില്ലേ? എന്റെ അച്ഛൻ എവിടെ പോയി? അച്ഛാ എന്റെ അച്ഛൻ എന്റെ അച്ഛനെ കണ്ടോ? അച്ഛാ. അയ്യോ, എടി, നിനക്ക് എന്റെ എന്താ അച്ഛനെ പറ്റിയെ? കാണുന്നില്ല. എന്തിനാ നീ എന്റെ അച്ഛനെ കരയുന്നേ? കണ്ടോ? നീലി, അയ്യോ, എന്റെ നീലി, ഞാൻ അച്ഛനെ പറയുന്നത് കേക്ക്. കാണുന്നില്ല. നീലി, അവിടെ നിക്ക്. നീലി, അച്ഛൻ എന്തിയെ? എന്റെ നീലി, അച്ഛനെ പറയുന്നത് കേക്ക്. കാണുന്നില്ല. ആ പെണ്ണിന് എന്ത് സംഭവിച്ചു പിന്നെ? സാറേ, തന്റെ എല്ലാമായ അച്ഛൻ മരിച്ചതുകൊണ്ട് അവളൊന്നും ആത്മഹത്യ ചെയ്യാൻ പോയില്ല. അവള് ബുദ്ധിയുള്ളവളാ. അവളെ നശിപ്പിച്ചവനെയും സ്വന്തം അച്ഛൻ മരിക്കാൻ കാരണമായവനെയും പ്രതികാരദാഹമായി അവൾ ഫേസ്ബുക്ക് മുഖേന ചെറുപ്പക്കാരെ പറ്റിക്കുന്ന പെണ്ണുങ്ങളോടൊപ്പം ചേർന്ന് അവൾ വൈരാഗ്യം തീർക്കണമെന്ന് വിചാരിച്ചു. അടിപൊളി കഥയാണ് കേട്ടോ ഇത്. ഗ്രാമത്തിലുള്ള പെണ്ണ് പ്രേതവേഷം ഇട്ടിട്ട് പകരം വീട്ടുക എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നൊരു കാര്യം, അവളെ ചതിച്ചവനെ കൊന്നത് നല്ല കാര്യം. ഓ, ആവശ്യമില്ലാതെ വേറൊരുത്തിനെ കൊല്ലേണ്ട കാര്യം. അയ്യോ, അത് അവളല്ല കൊന്നത്. പണം തട്ടിയെടുക്കാൻ കൊല ചെയ്തത് ആ ഏഞ്ചലാണ് സാറേ. വാ പറയാം. ശ്ശോ, എന്റെ കയ്യിന്ന് വിട്. എന്തിനിങ്ങനെ വലിക്കുന്നേ? എടി, ഒരു കാര്യമുണ്ട്. ശശി കൊണ്ടുവന്ന ബാഗില് നിറച്ചും പണമാ. അത് ഞാൻ എടുക്കും. ഗുഡ് ചാൻസ്. ഇത് മിസ് ചെയ്യാൻ പാടില്ല. അതിന് ഒരു പ്ലാൻ. നീ ഒരു കാര്യം ചെയ്. പ്രേതമായിട്ട് അഭിനയിച്ച് അവനെങ്ങ തട്ടിക്ക. എന്താ ഈ പറയുന്നേ? ഒരാളെ കൊന്നു കളയാനോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ ചെയ്തേ പറ്റൂ. നമ്മൾ തമ്മിലുള്ള ഡീലിംഗ് അതാണ്. ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നെ സഹായിച്ചേ പറ്റൂ. ഇതത്ര നിസ്സാര കാര്യമല്ല ഒരാളെ കൊല്ലുക എന്ന് വെച്ചാ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അവസാനം നീ എന്താ പറഞ്ഞു വരുന്നേ? ചെയ്യാൻ പറ്റുവോ ഇല്ലയോ? ചെയ്യാൻ പറ്റില്ല. നീ ഇവിടെ വന്നത് ഒരാളെ കൊല്ലാനല്ലേ? അത് ഓർമ്മയുണ്ടോ ഇല്ലയോ? ഓർമ്മയുണ്ട്. അതും ഒരുത്തനെയാ, അല്ലാതെ എല്ലാരും അല്ല. എന്താ നീ ഇപ്പൊ പറയുന്നേ? ചെയ്യാൻ പറ്റുവോ ഇല്ലയോ? പറ്റില്ല. എന്നാ പിന്നെ ഞാൻ ശരിയാക്കി തരാം. എടി കൽപ്പനേ, കൽപ്പനേ, ഞാനിപ്പോ വരാവേ. എന്താടി? ഒന്ന് അകത്തേക്ക് വാ. വാ. ഇതെന്താ നീ താഴോട്ട് ഇറങ്ങി വന്നത്? ഏഞ്ചൽ, ഇവളെന്തിനാ ഈ സമയത്തൊക്കെ താഴോട്ട് ഇറങ്ങി വരുന്നേന്ന്? നീ എന്താടി മിണ്ടാത്തെ? ഒരു അർജന്റ് മാറ്റർ. പറ. അത് ഞാൻ പറയാം കൽപ്പന. എപ്പോഴും എന്റെ ആവശ്യം പണം തന്നെയായിരുന്നു. എനിക്ക് പണം മാത്രമേ ഉള്ളൂ പ്രധാനം. ശശി ബാഗിലെ പണം ഞാൻ കണ്ടു. അതെനിക്ക് വേണം. അതിന് ഒരു മാർഗേ ഉള്ളൂ. പ്രേതമായിട്ട് അഭിനയിക്കുന്ന ഇവളെ അവനെ പേടിപ്പിച്ച് ഇവള് കൊന്നേ പറ്റൂ. കൊല്ലാൻ പറഞ്ഞപ്പോ അവളെ കൊണ്ട് പറ്റില്ലെന്നാ പറയുന്നത്. നീ തന്നെ പറഞ്ഞു കൊടുക്ക. എടി ഏഞ്ചൽ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഇവള്. നീ എന്തിനാ ശല്യം ചെയ്യുന്നേ? പക്ഷെ നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ അഡ്വൈസിന് ഇതാ കൈ തന്നെ വെച്ചോ. എനിക്ക് പണം മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെന്ന് അറിയും. പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവിടെ നിൽക്കൂ ഏഞ്ചൽ. ഞാൻ ആത്മഹത്യ ചെയ്യാതെ എങ്ങനെയോ നിങ്ങളുടെ അടുത്ത് എത്തി. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായവനെ എനിക്ക് കൊല്ലണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ മര്യാദയ്ക്ക് വാ. ആക്ച്വലി ആദ്യം നീയാണ് എന്നെ സഹായിക്കേണ്ടത്. ശശി നിന്നെ പ്രേമിക്കുന്നോണ്ടല്ലേ ഇവിടെ വന്നേ. അവനെ രാത്രിയിൽ നീ അങ്ങ് പാട്ടിലാക്കണം. അവനെ എങ്ങനെങ്കിലും മയക്കിയെടുക്ക്. നീ തൊടാൻ സമ്മതിച്ച അവൻ അങ്ങ് ഒരുക്കി പൊക്കോളും. ഇത്രയും നേരം അവളുടെ അടുത്തായിരുന്നു ചാട്ടം, ഇപ്പൊ എന്റെ അടുത്തായോ നിന്റെ ചാട്ടം? അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നീ ഇത് ചെയ്തേ പറ്റൂ. അവസാനം ഒരു കാര്യം മാത്രം. അവനെ അങ്ങ് മയക്കി കൊണ്ടുവരുന്ന സമയത്ത് കറക്റ്റ് 10 മണിക്ക് നീ അവനെ അങ്ങ് തൊടണം. ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു.
നീലി, നീയും കറക്റ്റ് 10 മണിക്ക് റെഡി ആയിക്കോണം പ്രേതമായിട്ട്. എന്താ മനസ്സിലായോ? ഇപ്പൊ നീ ചെന്ന് അവനെ മയക്കാൻ നോക്ക്. പോ, നീ പ്രേതമായിട്ട് റിഹേഴ്സൽ ചെയ്യ്. പോ, ചെല്ല്. എന്നിട്ട് എന്തായി? ഇനിയല്ലേ ക്ലൈമാക്സ്. അത് കാഴ്ചക്കാരോട് തന്നെ പറഞ്ഞേക്കാം. അതാണ് ഒരു ത്രില്ല്. റീത്തെ, നീ പോയി ചെക്ക് എടുത്തോളൂ. അടിപൊളി കഥയായത്, നന്നായിരിക്കുന്നു. ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിന് ഇത് വളരെ ഇഷ്ടപ്പെടും. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ നന്നായിട്ട് കാണും. ശരി സാറേ. എന്നാ പിടിച്ചോ തന്റെ ചെക്ക്. ചെക്കോ? എന്റെ അമ്മോ. അല്ല, ഈ ചെക്ക് പാസ്സാവോ സാറേ? പാസ്സാകുന്നു. ഇതുവരെ ഞാൻ ആർക്കും ചെക്ക് കൊടുത്തിട്ടില്ല. നിനക്കാണ് ആദ്യമായിട്ട് ചെക്ക് തരുന്നത്. ഒരു കാര്യം അറിയോ, ഇവൻ 10 വർഷമായി എന്റെ കൂടെയാ ഉള്ളത്. എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്റെ കൂടെ കൂട്ടിയാൽ നിനക്ക് ഉപകാരപ്പെടും. തന്റെ പേരെന്താ? സുഗുണൻ. ഓക്കെ സുഗുണ, ഞാൻ പറയുന്നത് കേക്ക്. ആ വണ്ടി പുറത്തേക്ക്. ഓക്കെ സാർ. ഒന്നും പറയാതെ ഓടി വരട്ടെ. അവിടെ നിൽക്ക്. ചെക്ക് കിട്ടിയതും കഥ ഇവിടെ മറന്നു വെച്ചു പോയാണോ? ഈ കഥയ്ക്ക് വേണ്ടിയാ സിനിമ എടുക്കാൻ തയ്യാറായത്. ക്ലൈമാക്സും കൂടി പറഞ്ഞിട്ട് പോ. ഇതാ കൈ കൊണ്ടൊന്ന് മേടിച്ചേ. താങ്ക് യു സാർ. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അണ്ണൻ ഇനി എന്ത് പറയോ ആവോ. താനിവിടെ നിന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ശരി. നമസ്കാരം അണ്ണാ. പെണ്ണായാലും ശരി, പണമായാലും ശരി, പണം തന്നെ എനിക്ക് വലുത്. പെണ്ണ് കാരണം ചത്തെന്നാ ഞാൻ വിചാരിക്കുന്നത്. ശശി ആ പണമൊന്നും ചെയ്ത് കാണില്ല. നീ വിചാരിക്കണ്ട, എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ. വിട്ടോ, പണമായിട്ട് വന്നാ മതി. കൽപ്പനെ, സൂക്ഷിച്ചു പോകട്ടോ. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. നീലിയായിട്ട് വഴക്കുണ്ടാക്കരുതേ. ശരി, അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അവളെ ഞാൻ നോക്കിക്കോളാം. ബൈ. എടാ അളിയാ, ഇതാണ് ആ വീട്. നീ ഇവിടെ ഇരിക്കട്ടാ, ഞാനിപ്പോ വരാം. പറയൂ, നിങ്ങളാരാ? ഞാൻ ശശിയുടെ ഫ്രണ്ടാ. ഈ ശശി ആരാണെന്ന് ആലോചിക്കുകയാണോ? കൽപ്പന എന്ന നിന്റെ കൂട്ടുകാരെ സ്നേഹിച്ചിരുന്നില്ലേ? ആ ശശിയെ കുറിച്ചാണ് ഞാൻ അന്വേഷിച്ചു വന്നത്. അങ്ങനെ പേരുള്ള ആരിവിടെ വന്നിട്ടില്ലല്ലോ. വന്നില്ലെന്നോ? എന്തിനാ കള്ളം പറയുന്നേ? എല്ലാം എനിക്കറിയാടോ. അവനിവിടെ താമസിച്ചതിനുള്ള സാക്ഷിയൊക്കെ എൻ്റെ അടുത്തുണ്ട്. കാണുന്നോ? ഇത് നീ തന്നെയല്ലേ? ശശി ഇത് ഇവിടുന്ന് എനിക്ക് അയച്ചത്. ശശി എവിടെന്നാ ചോദിച്ചേ? സോറി, ഇതെന്റെ ഫ്രണ്ട് കൽപ്പനയുടെ പേഴ്സണൽ മാറ്ററാ. ഓ, അതുകൊണ്ടാ പറയാൻ ഒരിത്തിരി മടി. അയാളൊരു 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. അന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. കൽപ്പന നാട്ടിലേക്ക് പോവുകയും ചെയ്തു. സോ വന്നത് സത്യം, പക്ഷേ പോയത് മാത്രം നിങ്ങൾ രണ്ടുപേർക്കും അറിയില്ല. എന്താ ശരിയല്ലേ? ശരി, അത് വിട്ടേക്ക്. ശശി ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് പണമായിട്ടാണല്ലോ വന്നത്. അതെങ്കിലും നിങ്ങൾക്കറിയാവോ? സോറി, സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ.
അതെ, ഈ സത്യം എന്നൊക്കെ പറഞ്ഞ ചിലരുടെ മുഖത്ത് അത് ചേരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് തുറന്നു പറഞ്ഞു, എന്താ സംഭവിച്ചത്? ഹലോ മിസ്റ്റർ, എന്താ ഇത് തോന്നിവാസം പറഞ്ഞോണ്ടിരിക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ താൻ? പണത്തെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ഓക്കേ, കൂൾ കൂൾ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? പോട്ടെ, അത് കള. എത്ര ദൂരത്തുനിന്ന് വന്നതാ ഞാൻ. ഒരു കൂൾ ഡ്രിങ്ക്സ്, ചായ ഒന്നും കുടിക്കാൻ തരില്ലേ നിങ്ങള്? ഇരിക്ക്. എടാ വിമലേ, പറയണ്ണ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ചെയ്തേക്കാം. ഇത്രയും തരികിടകളാണോ ഇവളുമാര്? ഹലോ ഹലോ, അടിയോ, അവളുമാരുടെ പുറകെ വിട്. നമ്മളോടാ കളി, പറ്റിച്ചോടാൻ നോക്കുക. ചെമ്മീൻ തുള്ളിയെ കരച്ചിട്ട് വരല്ലേ തുള്ളൂ. ഒന്ന് വേഗം പോടാ, ഇടിച്ച് തെറിപ്പിക്കടാ. ഓടലടി, അവിടെ നിൽക്കാൻ. പിടിക്കടാ വേഗം. നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അവളുമാര് വെറുതെ വിടരുത്. വേഗം പാടാ. മര്യാദയ്ക്ക് ആ ബാഗ് തന്നോ. അവിടെ നിൽക്കേ. നിക്കടേ അവിടെ. എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കരുത്. അവിടെ നിൽക്കേ. എനിക്ക് എടാ, അവളമാരെ കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ കാണും, എങ്ങും പോയിട്ടുണ്ടാവില്ല. അടിക്കടി അവനെ, ചവിട്ട്, കൊല്ലവനെ. അടി. വേഷം കെട്ടെടുക്കണത്. അവിടെ നിൽക്കാൻ. ഓടുവല്ലേ നിന്റെ കളി? എത്ര വലിയ കള്ളികളാ നിങ്ങള്. ഇതാ ഇതാ നിങ്ങളുടെ പണം പിടിച്ചോ. കൊണ്ടുപോ. പണം ഉണ്ടാളിയാ. പണം കിട്ടി. ശശി എവിടെ? എനിക്കറിയില്ല, ശശി പോയി. എങ്ങോട്ട് പോയി? അതെനിക്കറിയില്ല. പറയത്തില്ല. വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? എന്തോടി ഇത്? എന്നെ വിട്.
നീയൊക്കെ സ്ത്രീകളാണോടി? പണത്തിന് വേണ്ടി കൊലയൊക്കെ ചെയ്യല്ലേ നിങ്ങള്? സെല്ലില് ചാറ്റ് ചെയ്ത് ഫോട്ടോ അയച്ചേ ആണുങ്ങളൊക്കെ മയക്കല്ലേ നീയൊക്കെ? FB വഴി കോണ്ടാക്ട് ചെയ്ത് ആണുങ്ങളെ മയക്കി വീട്ടിൽ വരുത്തി ഒന്നിച്ച് താമസിപ്പിച്ച് അവന്മാരടുത്തുള്ളതൊക്കെ തട്ടിപ്പറിച്ചതിന് ശേഷം പ്രേതമായിട്ട് അഭിനയിച്ച് കൊന്നും കളയും അല്ലേ? കരുതിവളുമാരെ എന്നടാ. എടാ, അവന്മാര് പോയി പിടിക്കടാ അവിടെ. റൗഡികളായ ഞങ്ങളോടാണോ നിന്റെ ഈ കളി? ഇതൊന്നും ഇവിടെ ചെലവാവില്ലടേ. ക്ഷമിച്ചേക്ക്. നിങ്ങളുടെ പണം അങ്ങ് എടുത്തോ. ഈ ദേഹം കാണിച്ചല്ലടി വളരെ നീ മയക്കിയെടുത്ത് പണവും തട്ടിപ്പറിക്കുന്നത്. നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. വെറുതെ വിടുന്നു നീ വിചാരിക്കണ്ട. ഇവളുമാരിങ്ങനെ വിട്ടാലേ ഇനിയും കുറെ പേര് നശിപ്പിക്കും. അതുകൊണ്ട് ഇവളുമാരെ കൊല്ലുന്നതായിരിക്കും നല്ലത്. വലിക്കടാ കയറ്. അണ്ണാ, പറഞ്ഞതുപോലെ എല്ലാം തീർന്നു. പണവും കൊണ്ടാ ഞങ്ങളിപ്പോ അങ്ങോട്ട് വരുന്നത്. പണം എന്നത് എല്ലാവരും അത്യാവശ്യമാണ്. ഈ പണം മുഖേന ഒരുപാട് ജീവിതങ്ങൾ നശിക്കാറുണ്ട്. പണം ഒരു അത്യാഗ്രഹമായാൽ ഇതായിരിക്കും അവസാനം.